ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിഞ്ചു. കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സാമിൽ 5ാമത്തെ റാങ്ക് കരസ്ഥമാക്കാൻ എനിക്ക് പറ്റി. അതുമായിട്ട് ബന്ധപ്പെട്ട HSST എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ്, കുറച്ച് സജഷൻസൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പേ ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ്റെ കൂടെ ഞാനൊരു ഷോർട്ടസ്റ്റ് നോട്ട് എന്നുള്ള രീതിയിലൊരു ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. അതായത് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന പോയിൻറ്റുകളും ഇക്വേഷൻസും മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന, എക്സാമിന് തൊട്ട് മുമ്പേ ഒരു 1 hour മുമ്പേയൊക്കെ നോക്കാൻ പറ്റിയ, എന്നാൽ മൊത്തം സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള നോട്ട്, ഇൻക്ലൂഡിങ് മാത്സിലേക്ക് ഇക്വേഷൻസ്, അല്ലെങ്കിൽ TOCയിലെ ടേബിൾസ്, ഇപ്പം പോർട്ട് നമ്പേഴ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ IEEE സ്റ്റാൻഡേർഡ് നമ്പേഴ്സ്, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ ഹെഡർ ഫയൽസോ അങ്ങനെ എന്തെങ്കിലും മാത്രം ലാസ്റ്റ് മിനിറ്റ് നമുക്ക് മറന്നു പോകുന്ന സാധ്യതയുള്ള അങ്ങനത്തെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ഷോർട്ടസ്റ്റ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് എക്സാമിന് ഹാളിൽ കയറുന്ന ഒരു 1 hour മുമ്പേ ഈ നോട്ട് ജസ്റ്റ് വളരെ സ്പീഡപ്പായിട്ട് ഒന്ന് മറിച്ച് നോക്കാറുണ്ട്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഷോർട്ടസ്റ്റ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ജസ്റ്റ് അത് കണ്ടിട്ട് കയറുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലത് ഉണ്ടാവും. ഒരുപാട് ടൈം എടുത്ത് നമുക്ക് ഓർത്തെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇക്വേഷൻസ് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്കത് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഷോർട്ടസ്റ്റ് നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എല്ലാ എക്സാമിനും മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണത്. ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് അങ്ങ് എഴുതി പോകത്തേ ഉള്ളൂ. സോ അത് വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമിൻ്റെ അന്ന് രാവിലെ നോക്കാൻ ഒക്കെ ചിലർക്ക് അങ്ങനെ ചെയ്യുന്ന ശീലം ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ തലേ ദിവസം ഒരു 3-4 പ്രാവശ്യം ഈ ഷോർട്ടസ്റ്റ് നോട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ തലേ ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഉറക്കം. ഈ ഉറക്കം തലേ ദിവസം നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഉറക്കം എഴുതുന്ന പഠിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഈ തലേ ദിവസത്തെ ഉറക്കം, നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വളരെ ഫ്രഷായിട്ട് പോയി രാവിലെ പരീക്ഷ എഴുതാൻ ഈ ഉറക്കം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോയിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഈ തലേ ദിവസം നമ്മൾ വീഡിയോസോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. യൂട്യൂബ് വീഡിയോസ്, ഇപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് കരുതി ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ളൊരു നിർബന്ധമൊന്നും നമ്മൾ പിടിക്കാതെ പുതിയ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊന്നും പോവാതെ പഴയ കാര്യങ്ങൾ തന്നെ വളരെ സ്പീഡപ്പായിട്ട് റിവിഷൻ ചെയ്ത് പോകാനോ, അല്ലെങ്കിൽ ഈ ഷോർട്ടസ്റ്റ് നോട്ട് തന്നെ റിവൈസ് ചെയ്ത് പോകാനോ, ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വളരെ സ്പീഡപ്പായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പോകാനോ ശ്രമിക്കുന്നതായിരിക്കും വളരെ നല്ലത് തലേ ദിവസം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ എക്സാമിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. 2 പേന മിനിമം, സെയിം കളർ ആയിട്ടുള്ള 2 പേന മിനിമം ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പേന കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള പേനയാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലോയിൽ നമ്മുടെ OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റും. സോ യൂസ്ഡ് ആയിട്ടുള്ള പേനകൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ID കാർഡുകൾ ഒരു 2 എണ്ണം കരുതാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ആധാർ കാർഡോ വോട്ടേഴ്സ് ID പെട്ടെന്ന് നമുക്ക് ഒരു ധൃതിയിൽ നമുക്ക് തപ്പുമ്പോൾ ചിലപ്പോൾ തിരക്കിയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു 2 ID കാർഡുകൾ ക്യാരി ചെയ്ത് പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നാലും നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. 2 ID കാർഡുകൾ കരുതാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, പുതുതായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ നമുക്ക് ഈ വാച്ച് പോലുള്ള ആക്സസറീസിൽ നമുക്ക് ഹാളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മളത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആക്സസറീസ് ഇടാതെ പോവുക. വാച്ച്, അങ്ങനെയുള്ള ആക്സസറീസ്, ഫോണൊക്കെ മാക്സിമം ഇപ്പോൾ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അങ്ങനെ തന്നെ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് എക്സാമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, നമ്മൾ എക്സാമിൽ ഹാളിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് വളരെ കൂളായിട്ടിരുന്ന് OMR ഷീറ്റ് ഫില്ല് ചെയ്യുക, രജിസ്റ്റർ നമ്പർ തെറ്റാതെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
രജിസ്റ്റർ നമ്പർ തെറ്റാതെ വളരെ കൂളായിട്ടിരുന്ന് OMR ഷീറ്റ് ഫില്ല് ചെയ്യുക. പിന്നെ നമുക്കറിയാം 1 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂറിൽ ഈ 1 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രാവേഴ്സ് ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് 100% ഉറപ്പുണ്ടാകും, കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സാകില്ല എന്നുള്ളതാണ്. സോ ഇപ്പോൾ അതുപോലെ തന്നെ ഈ സീക്വൻഷ്യൽ ഓർഡറിൽ ചെയ്തു പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തുറന്ന് കണ്ടു, ഇപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്നുള്ളതാണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, പക്ഷേ അത് 1ാമത്തെ തൊട്ടേ ചെയ്തു പോകുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ചിലർ ചെയ്യാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് 20 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ച് അതിനെ ബബിൾ ചെയ്ത് പോകുന്നത്. സാധാരണ രീതി അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ അതിൻ്റെ കറസ്പോണ്ടിങ് OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് പോവുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്തു പോകുന്നത്. അത് തന്നെയാണ് എഫക്റ്റീവായിട്ടുള്ളൊരു വേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ 1 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ 1 തൊട്ടേ ചെയ്യാൻ ശ്രമിക്കുക. 1, 2, 3 എന്നുള്ള ക്രമേണയിൽ തന്നെ ചെയ്തു പോകാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇടയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബബിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ബബിൾ ചെയ്യുന്ന പൊസിഷൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ ബബിൾ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ആദ്യത്തെ അരമണിക്കൂറിൽ ഞാൻ പറഞ്ഞു വളരെ എളുപ്പത്തിലുള്ള 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്ന് പറയും. അപ്പോൾ ആ ഒരു ട്രാവേഴ്സലിൽ തന്നെ സെക്കൻഡ് ട്രിപ്പിൽ ഏത് ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വേറൊരു നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ എന്താ പറയുക, അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ബ്ലൂ കളറിൽ കാണും, മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്നത് യെല്ലോ കളറിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു നൊട്ടേഷൻ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും സെക്കൻഡ് ട്രിപ്പിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ നോക്കണം എന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു സിമ്പലിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചാൽ സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ വരുമ്പോൾ, അതായത് ഫസ്റ്റ് ഒരു അരമണിക്കൂറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് ആലോചിച്ച് ഇക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു അര മിനിറ്റൊക്കെ എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പിലോട്ട് വയ്ക്കുക. എന്നിട്ട് ആ സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കുറച്ചധികം സമയം എടുക്കണം, കുറച്ച് ആലോചിക്കണം എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഈ സെക്കൻഡ് ട്രിപ്പിൽ വേറൊരു നൊട്ടേഷൻ കൊടുത്ത് അതിനെ ഒരു തേർഡ് ട്രിപ്പിലോട്ട് ആക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ഇച്ചിരി സമയം അധികം കൊടുക്കുക, അതായത് ഒരു 20 മിനിറ്റ്സ് കൊടുത്ത് ആ ക്വസ്റ്റ്യനെ നമുക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ച് കുറച്ച് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എത്തിക്കാൻ ശ്രമിക്കാൻ അതിന് ഒരു സമയം കൊടുക്കുക, ഒരു ലാസ്റ്റ് മിനിറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിസ്സായില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതെല്ലാ എക്സാമിലും ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിന് ചെയ്യുന്നത് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുക, ഒരു പുതിയ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക എന്നുള്ളത്. നെഗറ്റീവ് മാർക്ക് എനിക്ക് നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ടാണ് നെഗറ്റീവ് മാർക്ക് കൂടുതൽ എനിക്ക് വരിക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എക്സ്പേർട്ടാണ്, നമുക്ക് അതിന് നല്ല നോളജുള്ള ഒരു പോർഷനാണെന്ന് വിചാരിച്ചോ. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരിക്കും. നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ചില വാക്കുകളിൽ കയറി പിടിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്ത് അത് നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വേർഡിലായിരിക്കും നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനെ വളരെ സിമ്പിളായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെന്നുള്ള രീതിയിൽ ആ ക്വസ്റ്റ്യനെ വളരെ സിമ്പിളായിട്ട് ആദ്യം അപ്രോച്ച് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും 90%. ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക. പിന്നെ നെഗറ്റീവ് മാർക്ക് വരുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടഫ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ
നമുക്ക് ടഫാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ടഫായിരിക്കും, നമുക്ക് എളുപ്പമാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും എളുപ്പമായിരിക്കും. ആ ഒരു രീതിയിൽ വളരെ ബുദ്ധിപരമായിട്ട് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ചിന്തിച്ച് ചെയ്യുക. ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കറിയാം എന്തായാലും ഒരു മിനിമം കട്ട് ഓഫ് ഇത്രേ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് അറിയാവുന്നത് അത് ചെയ്യുക. ഒരു ലിമിറ്റ് കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ക്വസ്റ്റ്യനും അങ്ങനെ കറക്കി കുത്തുന്ന ലെവലിലോട്ട് പോകാതിരിക്കുക. ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാം 4 ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ 2 ഓപ്ഷൻ തെറ്റാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാമായിരിക്കും. അപ്പോൾ ബാക്കി 2 ഓപ്ഷനിലാണ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത്. ആ കൺഫ്യൂഷൻ ഒരു 70-30% ആണ്, അല്ലെങ്കിൽ 60-40% ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ റിസ്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ എണ്ണം ഒരുപാടാകാനും പാടില്ല. അപ്പോൾ 3-4 ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അതിൽ അങ്ങനെ ചെയ്താലും ചിലപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റാം, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ചോയ്സിലോട്ട് വരാൻ സാധ്യതയുണ്ട്. തീരെ അറിയാത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ ഒരു കാരണവശാലും കൈകടത്താൻ പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ OMR ഷീറ്റ് ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ ഫാക്കൽറ്റി വന്ന് അടുത്ത് നിൽക്കുമ്പോൾ ചെയ്യുക എന്നുള്ളതിലോട്ട് പോവാതെ ഒരു 5 മിനിറ്റ്സ് മുമ്പെങ്കിലും OMR ഷീറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഒരു ധൃതിപരമായിട്ട് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ HSST എക്സാം പോകുന്ന എല്ലാവർക്കും ഇപ്പോൾ ഏണസ്റ്റിൻ്റെ മെൻറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ ഇതേ സജഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. സോ HSST എക്സാം പോകുന്ന എല്ലാവർക്കും ഈ ഒരു സജഷനും ടിപ്സും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. പിന്നെ നമ്മൾ ഒരു ഹാർഡ് വർക്ക്, ഒരു എഫേർട്ട് നമ്മൾ ഒരു കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്നാണെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവും. അത് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ഒരു എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാനത് പഠിച്ചായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് പോവാതെ, അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടാകാതെ ഞാനിത് ചെയ്തിട്ടുണ്ട്, എൻ്റെ 100% ഞാനിതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളത് വരുമ്പോൾ കാണാം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും. നമ്മുടെ 100% കൊടുക്കാതെ നമ്മൾ ആ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് നല്ലതല്ല. അപ്പം നമ്മുടെ 100% കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹാർഡ് വർക്ക് ചെയ്തവർക്ക് എന്നായാലും അതിൻ്റെ ഒരു ഫലം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്ദി.